നമസ്കാരം, തേർഡ് ഐ ന്യൂസിലേക്ക് സ്വാഗതം. ലിത്തോപീഡിയൻ എന്ന് കേട്ടിട്ടുണ്ടോ? കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിലൂടെ പറന്നു നടക്കുന്ന ഒരു വാക്കാണിത്. നോൺ എസ്തെറ്റിക് തിങ്സ് എന്ന എക്സ് അക്കൗണ്ട് ബുധനാഴ്ച പങ്കിട്ട ഒരു പോസ്റ്റിൽ നിന്നാണ് ഈ വാക്ക് വീണ്ടും ചർച്ചയായത്. 73-കാരിയുടെ CT സ്കാനിങ്ങിന്റെ ചിത്രമായിരുന്നു പോസ്റ്റിൽ ഉണ്ടായിരുന്നത്. സ്കാനിങ്ങിൽ കല്ല് പ്രതിമ പോലെ ഒരു കുഞ്ഞു ഭ്രൂണത്തെയും കാണാം. എന്നാൽ 30 വർഷം പ്രായമുള്ളതായിരുന്നത്രേ ആ ഭ്രൂണം. ഗർഭസ്ഥ ശിശു ഗർഭാശയത്തിൽ വെച്ച് മരിക്കുകയും ജീവൻ നഷ്ടമായ ഭ്രൂണം പിന്നീട് കാൽസ്യം നിക്ഷേപം സംഭവിച്ച് കല്ലിന് സമാനമാകുന്ന അവസ്ഥയുമാണിത്. സ്റ്റോൺ ബേബി അഥവാ ലിത്തോപീഡിയൻ. അപൂർവങ്ങളിൽ അപൂർവമായ അവസ്ഥയാണ് ഇതെന്ന് ഡോക്ടർമാർ പറയുന്നുണ്ട്. എന്നാൽ ഫോട്ടോ കണ്ടതോടെ ഇത് വ്യാജമാണോ എന്നായിരുന്നു നെറ്റിസൺസിന്റെ സംശയം. ഇത്രയും കാലം എങ്ങനെയാണ് ജീവനറ്റ ഭ്രൂണത്തെ ഒരു സ്ത്രീ ചുമക്കുക? അസ്വസ്ഥത തോന്നില്ലേ എന്ന് നമുക്കും സംശയം തോന്നാം. 2013 82 വയസ്സുള്ള ഒരു കൊളംബിയൻ സ്ത്രീയിലും ഇതുപോലെ സ്റ്റോൺ ബേബിയെ കണ്ടെത്തിയിരുന്നു. ഏകദേശം 40 വർഷം പഴക്കമുള്ളതായിരുന്നു ഈ ഭ്രൂണം. വയറുവേദനയെ തുടർന്ന് ഇവർ ഡോക്ടറെ സമീപിക്കുകയായിരുന്നു. കഴിഞ്ഞ വർഷവും ഇതിന് സമാനമായ സംഭവം ഉണ്ടായിരുന്നു. 81-കാരിയുടെ വയറ്റിലുണ്ടായിരുന്നത് 56 വർഷം പഴക്കമുള്ള ഭ്രൂണം. ഇത് വയറിൽ നിന്ന് നീക്കം ചെയ്യുന്നതിനിടെ സ്ത്രീ മരിക്കുകയായിരുന്നു. ഗർഭാശയത്തിലല്ലാതെ അടിവയറ്റിൽ ഗർഭം രൂപപ്പെടുമ്പോഴാണ് ലിത്തോപീഡിയൻ അഥവാ സ്റ്റോൺ ബേബികൾ ഉണ്ടാകുന്നത്.